ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം IQ ടെസ്റ്റ് ചെയ്യാനാണ് സുഹൃത്തുക്കളെ. എൻ്റെയും നിങ്ങളുടെയൊക്കെ IQ ടെസ്റ്റ് ചെയ്യാം. ആർക്ക് ഏറ്റവും കൂടുതൽ IQ ഉള്ളതെന്ന് നമുക്ക് വീഡിയോ വരുമ്പോൾ കാണാം. അപ്പം വീഡിയോ ആണെന്നൊരാൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. ലൈക്ക് ടാർഗറ്റ് ഒരു 1K ലൈക്സ് എങ്കിലും വേണം. അതുപോലെ തന്നെ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പം വീഡിയോ ആണെന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു ഫണ്ണി ആയിട്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ചെയ്യാം. മെഹുൽ കാർ ഓടിക്കുന്നതിൽ എക്സ്പേർട്ട് ആയിരുന്നു. മെഹുലിന് ട്രക്ക് ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഒരു ദിവസം മെഹുൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവന് തോന്നി ട്രക്ക് ഓടിക്കാൻ പരിശീലിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. മെഹുൽ വേഗത്തിൽ തന്നെ തന്റെ കാർ എടുത്ത് ട്രക്ക് ഡ്രൈവിംഗ് കമ്പനിയിലേക്ക് പോയി. അവിടുത്തെ മാനേജർ മെഹുലിനെ കണ്ടപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്നു. മാനേജർ മെഹുലിന്റെ ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 3 ട്രക്കുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. മെഹുൽ നിന്ന് ആ 3-ൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കണമായിരുന്നു. നിങ്ങൾക്ക് പറയാമോ ആ 3 ട്രക്കിൽ നിന്നും ഏത് ട്രക്ക് ആയിരിക്കും മെഹുൽ തിരഞ്ഞെടുക്കുകയെന്ന്? നിക്കി, ആദ്യത്തെ ട്രക്ക് കണ്ടിട്ട് വലിയ ലുക്കില്ല. രണ്ടാമത്തെ ട്രക്ക് നല്ല പുതിയതാ. മൂന്നാമത്തെ ട്രക്കിൻ്റെ ടയറിലെല്ലാം ഭയങ്കര ചെളി. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ട്രക്കിന് ഇച്ചിരി എന്താ വലിയ കാണാൻ രസമില്ല. അപ്പം എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ആയിരിക്കും. നമ്മൾ വിജയിക്കുമെന്ന് നോക്കാം സുഹൃത്തുക്കളെ. ആദ്യത്തെ ട്രക്ക് മെഹുൽ ഒരിക്കലും തെരഞ്ഞെടുക്കുകയില്ല. നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, അതിന്റെ ചക്രം പഞ്ചറായിട്ടുണ്ട്. ഏറെ പഴക്കം ചെന്നതാണ്. മാത്രമല്ല ആ ട്രക്കിന്റെ അവസ്ഥയും ഏറെ മോശമാണ്. അതിനർത്ഥം മെഹുൽ രണ്ടാമത്തെ ട്രക്ക് ആയിരിക്കും തെരഞ്ഞെടുക്കുക എന്നാണ്. ഡ്രൈവിംഗ് കമ്പനിയുടെ മാനേജർ ഒരു ട്രക്ക് ഡ്രൈവറെ മെഹുലിന് വിട്ടുകൊടുക്കുന്നു. ആ ട്രക്ക് ഡ്രൈവർ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് മൈതാനത്തിന് പുറത്തേക്ക് ഓടിച്ചു കൊണ്ടുപോകുന്നു. മെഹുൽ ആ ഡ്രൈവറിന്റെ തൊട്ടരികിലുള്ള സീറ്റിലേക്ക് കയറിയിരിക്കുന്നു. അവർ രണ്ടുപേരും ട്രക്കുമായി നഗരത്തിന്റെ പുറത്തേക്കുള്ള റോഡിലേക്ക് കിടക്കുന്നു. നഗരത്തിൽ നിന്നും പുറത്തേക്ക് കടന്നതും ഡ്രൈവർ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മാറിയിരുന്നു. അതിനുശേഷം മെഹുൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അവൻ പതുക്കെ വാഹനം ഓടിക്കുവാൻ തുടങ്ങി. ആഹാ, ട്രക്ക് ഓടിക്കാൻ നല്ല രസമുണ്ടല്ലോ. മെഹുൽ പതിയെ ട്രക്ക് ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോൾ മെഹുലിന്റെ ശ്രദ്ധ റോഡിനരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ ചെന്നപ്പെട്ടു. ഈ കാറിന് ആക്സിഡന്റ് പറ്റിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. മെഹുൽ കാറിലേക്ക് നോക്കിയപ്പോൾ ആ കാർ ഡ്രൈവറിന്റെ തലയിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അയാളുടെ മരണവും സംഭവിച്ചിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കാറിൽ മറ്റൊരു കാർ വന്നിടിച്ച് ആക്സിഡന്റ് ആയതാവാനാണ് സാധ്യത. ലോജിക്കൽ ആർമി, ഈ കാറിന് ആക്സിഡന്റ് പറ്റിയതാണെന്ന് മെഹുലിന് എന്തുകൊണ്ടായിരിക്കും തോന്നിയത്? അറിയത്തില്ലേ ആക്സിഡന്റ് പറ്റിയത്. കാറിന്റെ മുൻഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ കാര്യം മനസ്സിലാകും. അതിന്റെ ബോണറ്റ് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ അവിടെ അടുത്തെങ്ങും ഒരു മരം പോലുമില്ല. അപ്പോൾ ആ കാർ എന്തിലായിരിക്കും ചെന്നിടിച്ചിട്ടുണ്ടാവുക? അതിനർത്ഥം ഈ കാറിൽ മറ്റൊരു കാർ വന്നിടിച്ച് ആക്സിഡന്റ് ആയിട്ടുണ്ടാവും. ഇതാ പിടിച്ചോ കാറിന്റെ ചാവി. ട്രക്കുമായി തിരിച്ചു വയ്ക്കും. എന്നിട്ട് എന്റെ കാറുമായി തിരികെ വരണം. ആ ട്രക്ക് ഡ്രൈവർ ട്രക്കുമായി തിരികെ പോയി. അതിനുശേഷം മെഹുൽ കാർ നന്നായി പരിശോധിക്കുവാൻ തുടങ്ങി. മെഹുൽ ഡെഡ് ബോഡിയെ തൊട്ടില്ല. കാരണം അവന്റെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല. അത്തരം സാധനങ്ങളെല്ലാം തന്നെ മെഹുലിന്റെ കാറിലായിരുന്നു വെച്ചിരുന്നത്. മെഹുലിന് ആ കാർ ഡ്രൈവറിന്റെ ഡെഡ് ബോഡി കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. പറഞ്ഞുകൊണ്ട് തന്നെ ആരോ അയാളെ കൊല ചെയ്തതാണെന്ന്. നിങ്ങൾക്ക് പറയാമോ ലോജിക്കൽ ആർമി? അങ്ങനെ ചിന്തിക്കാൻ എന്തായിരിക്കും മെഹുൽ അവിടെ കണ്ടതെന്ന്? ബുള്ളറ്റ് ഷൂട്ട് ചെയ്ത മറ്റേ ഗ്ലാസിന് തുള വീണിട്ടുണ്ട്, അതായിരിക്കും. കാർ ഡ്രൈവറുടെ തലയിൽ നിന്നും ഒരുപാട് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ കാറിന്റെ മുന്നിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. തന്നെയുമല്ല, തല എന്തിലെങ്കിലും ചെന്ന് ഇടിച്ചതായ ഒരു തെളിവ് പോലും ആ ഡ്രൈവറുടെ അടുത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡ്രൈവറുടെ തൊട്ടരികിലുള്ള കാറിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതും അതിന്റെ ഒത്ത നടുവിലായിട്ടാണ് പൊട്ടിയിട്ടുള്ളത്. അതിനർത്ഥം ആരോ ഡ്രൈവറിന്റെ അരികിലുള്ള ജനലിലൂടെ ആവും ആക്രമിച്ചിട്ടുണ്ടാവുക. അല്ലായിരുന്നുവെങ്കിൽ ആക്സിഡന്റിന് ശേഷം മുന്നിലെ ചില്ല് പൊട്ടിയനെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അല്പനേരത്തിന് ശേഷം ട്രക്ക് ഡ്രൈവർ മെഹുലിന്റെ കാറുമായി അവിടേക്ക് എത്തുന്നു. മെഹുൽ തന്റെ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ഗ്ലൗസ് ധരിക്കുന്നു. എന്നിട്ട് ആ ഡെഡ് ബോഡിയെ പരിശോധിക്കുന്നു. മെഹുലിന് അയാളുടെ ലൈസൻസ് കിട്ടുന്നു. അയാളുടെ പേര് മനീഷ് എന്നായിരുന്നു. ലൈസൻസിൽ മനീഷിന്റെ അഡ്രസ്സും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഡെഡ് ബോഡിയെ തന്റെ കാറിലേക്ക് വെക്കും. പോലീസിനെ കോൾ ചെയ്ത് അവിടേക്ക് വിളിപ്പിക്കുന്നു. ഞാൻ മനീഷിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായി കൊണ്ടുപോവുകയാണ്. എല്ലാ നടപടികളും പൂർത്തിയാക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. നിങ്ങളുടെ പരിശോധന തുടങ്ങിക്കൊള്ളൂ. മെഹുൽ ആ ട്രക്ക് ഡ്രൈവറെ ആദ്യം അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഇറക്കി കൊടുത്തു. അതിനുശേഷം ഡോക്ടർ സഞ്ജനയുടെ ലാബിൽ ചെന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് അടച്ചിട്ടതാണ്. ഓഡ് വൺ ഔട്ട് എന്ന ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ലാബിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഓക്സിജൻ, ഹൈഡ്രജൻ, വാട്ടർ, നൈട്രജൻ, ഇതിലേതാണ് ഓഡ് വൺ ഔട്ട്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഇതിനകത്ത് ഓട് വേണം. ഓക്സിജൻ, ഹൈഡ്രജൻ, വാട്ടർ, നൈട്രജൻ. ഓക്സിജൻ കൊള്ളാം, കെമിസ്ട്രി. ഇത് എന്തുവാണ്? ഓക്സിജൻ. എനിക്ക് ആലോചിക്കട്ടെ. ഓക്സിജൻ, ഹൈഡ്രജൻ,
ഐ തിങ്ക് വാട്ടർ ആണോ H2 ആണോ എന്ന് നോക്കാം. H2 ആണ്. കമന്റ് ചുമ്മാ വീഡിയോ കാണായിരിക്കും. മെഹുൽ വാട്ടർ ക്ലിക്ക് ചെയ്തു. കാരണം അത് കോമ്പൗണ്ട് ആണ്, ബാക്കിയുള്ളത് എലമെന്റ്സ് ആണ്. അവ നേരിട്ട് പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് കിട്ടും. വാട്ടർ H2O എന്ന കോമ്പൗണ്ട് ആണ്. അത് ഒന്നിലധികം എലമെന്റ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ലാബിന്റെ ഉള്ളിലിരുന്ന ഡോക്ടർ ഗോസ്റ്റ് ഹണ്ടർ സീരീസ് കാണുകയായിരുന്നു. നിങ്ങൾക്കും ദ ഗോസ്റ്റ് ഹണ്ടർ സീരീസ് ഇഷ്ടമാണോ? എനിക്കും ദ ഗോസ്റ്റ് ഹണ്ടർ സീരീസ് വളരെ ഇഷ്ടമാണ്. എന്താ നിങ്ങൾക്കും ഇഷ്ടമാണോ ലോജിക് ലാബിൽ? മെഹുൽ മനീഷിന്റെ ഡെഡ് ബോഡി ലാബിൽ കൊണ്ടുചെന്ന് വയ്ക്കുന്നു. ഡോക്ടർ സഞ്ജനയോട് എത്രയും പെട്ടെന്ന് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. പിന്നീട് മെഹുൽ തന്റെ കാറുമായി മനീഷിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മെഹുൽ മനീഷിന്റെ വീട്ടിലെത്തും. അവിടുത്തെ കാഴ്ച കണ്ട മെഹുൽ ആകെ കൺഫ്യൂഷൻ. അവിടെ 3 വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളിലെല്ലാം തന്നെ മനീഷ് എന്ന ആളിന്റെ കല്യാണം നടക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി എങ്ങനെയാണ് മനസ്സിലാവുക മനീഷിന്റെ വീട് ഇതിൽ ഏതാണെന്ന്? പറയും ലോജിക്കൽ ആർമി, ആരുടെ മരണമാണ് ശരിക്കും സംഭവിച്ചത്? ആ മനുഷ്യന്റെ വീട് ഇതിൽ ഏതാണെന്ന് ചിന്തിക്കൂ. നിക്ക് 3 മനീഷ്, 3 വീട്, 3 വീട്ടിലും കല്യാണം. ഇനി ആദ്യത്തേനകത്ത് ഒരു മനീഷുണ്ട്, രണ്ടാമത്തേനകത്ത് ആരുമില്ല, മൂന്നാമത്തേനകത്ത് എന്ത് പ്രതിമയാണ്? രണ്ടാന്ന് തോന്നുന്നു, 2 ആണ് അല്ലേ? അതെ. ആദ്യത്തെ വീട്ടിൽ കല്യാണ പെണ്ണും ചെക്കനും കൈപിടിച്ച് കല്യാണ മണ്ഡപം വലമയ്ക്കുകയായിരുന്നു. ആ മനീഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ വീട്ടിൽ ഒരു മനുഷ്യന്റെ ശരീരം മുഴുവനും മഞ്ഞൾ തേച്ചിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം ഇതായിരിക്കും കല്യാണം കഴിക്കുന്ന മനീഷ്. ആരുടെയാണ് കല്യാണം അവരുടെ ശരീരം മുഴുവനും മഞ്ഞൾ തേക്കുന്ന പതിവുണ്ട്. എന്നാൽ രണ്ടാമത്തെ വീട്ടിൽ നോക്കിയാൽ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ മനീഷ് ഉള്ളതായി ഒരു പ്രൂഫും ഇല്ല. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ മനീഷിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടി മെഹുലിനോട് പറയുന്നു, 2 ദിവസത്തിന് ശേഷം മനീഷിന്റെ കല്യാണമാണ്, അവൻ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ എത്തുമെന്ന്. മനീഷിന് തിരിച്ചു വരില്ല, അവൻ മരണപ്പെട്ടിരിക്കുന്നു. ആരോ മനഃപൂർവ്വം അവനെ ആക്സിഡന്റിൽ അപായപ്പെടുത്തി കൊല ചെയ്തതാണ്. ഇത് കേട്ടതും ആ പെൺകുട്ടി അവിടെ ഇരുന്ന് കരയുവാൻ തുടങ്ങി. മെഹുൽ മനീഷിന്റെ അച്ഛനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. സത്യത്തിൽ മനീഷിന് ആരോടെങ്കിലും എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മനീഷിന്റെ അച്ഛൻ പറഞ്ഞു, മനീഷ് ദിവ്യയെ കല്യാണം കഴിക്കുവാൻ ഇരുന്നതാണ്. പക്ഷേ അങ്കിത് എന്ന പേരുള്ള ഒരു പയ്യൻ ദിവ്യയെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിന്റെ പേരിൽ അവർ തമ്മിൽ ചെറുതും വലുതുമായി ഒരുപാട് വഴക്കും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മെഹുൽ അങ്കിതിന്റെ അഡ്രസ് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി അവിടെ നിന്നും അങ്കിതിന്റെ ഓഫീസിലേക്ക് പുറപ്പെടുന്നു. ഓഫീസിലെത്തിയ മെഹുൽ പെട്ടെന്ന് തന്നെ അങ്കിതിനെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. സത്യം പറഞ്ഞു, നീ മനീഷിനെ എന്തിനാ കൊന്നത്? അങ്കിത് പറഞ്ഞു, ഒരാഴ്ച മുൻപ് എനിക്കും മനീഷിനും ഇടയിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ താൻ കഴിഞ്ഞ ഒരാഴ്ചയായി പെയിന്റിംഗ് ക്ലാസ്സിൽ ട്രെയിനിങ്ങിലായിരുന്നുവെന്ന്. ഇപ്പോൾ 1 മണിക്കൂർ മുൻപാണ് ഓഫീസിലെത്തിയതെന്നും. അതിനുശേഷം അങ്കിത് മെഹുലിന് തന്റെ ഒരാഴ്ചത്തെ പെയിന്റിങ്ങുകളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ആ പെയിന്റിംഗ് കണ്ട മെഹുലിനെ അങ്കിത് തന്നെ പൊട്ടം കളിപ്പിക്കുകയാണെന്ന കാര്യം മനസ്സിലായി. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? ചിന്തിക്കൂ 26 ഫെബ്രുവരി 2022 വർഷമല്ല വന്ന് 26, 27, 28, 29 മാർച്ച്. ഇതിനെന്ത് ഇത്ര മാറ്റം? എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ. പിന്നെ ഡേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 26 ഫെബ് അല്ലല്ലല്ല ഫെബ്. അപ്പം മാർച്ച് 3 ആണെന്നാ. മാർച്ച് 3 ആയിരിക്കും ആണോ? അല്ല, 28 ഫെബ്രുവരി. 2022 ഫെബ്രുവരി 26-നാണ് ചെയ്തത്. എന്നാൽ അവസാനത്തെ പെയിന്റിംഗ് മാർച്ച് 3, 2022-നാണ് ചെയ്തത്. രണ്ടാമത്തെ പെയിന്റിംഗിൽ 29 ഫെബ്രുവരി 2022 എന്നാണ് എഴുതിയിട്ടുള്ളത്. ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ 4ന്റെ ഗുണിതങ്ങളായിട്ടുള്ള വർഷങ്ങളിലാണ് വരുന്നത്. 22-ൽ വരാൻ ഒരു സാധ്യതയുമില്ല. അങ്കിതിനെ അപ്പോൾ തന്നെ പിടികൂടുവാൻ തള്ളി വീഴ്ത്തിയിട്ട് ഓടിപ്പോകുന്നു. എന്നാൽ മെഹുൽ അങ്കിതിനെ പിന്തുടരുന്നില്ല. ലോജിക്കൽ ആർമി, മെഹുൽ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്ന് പറയാമോ? ഞാൻ പറയാം. അവൻ എന്താ ചെയ്യായിരുന്നെന്ന് വെച്ചാൽ ആ തള്ളി ഞാൻ തീർന്നു, എണീക്കാൻ വയ്യ, നടുവെട്ടിപ്പിടിച്ച് അല്ലേ? ആയിരിക്കും. നോക്കാം. അങ്കിത് എവിടേക്കാണോ ഓടിപ്പോയത് ആ ഭാഗത്ത് നിലത്ത് പച്ച നിറത്തിലുള്ള മാറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. മെഹുൽ ആ മാറ്റ് ഒരു സൈഡിൽ നിന്ന് പിടിച്ചു വലിച്ചിട്ടു. അങ്കിത് മുഖമടിച്ച് താഴെ വീണു പോകുന്നു. ആ വീഴ്ചയിൽ അങ്കിതിന്റെ മൂക്ക് പൊട്ടി ചോര ഒഴുകുവാനും തുടങ്ങി. കണ്ടോ, ഓടിപ്പോകാൻ ശ്രമിച്ചതിന്റെ ഫലം എന്താണെന്ന്? എന്തിനാ മനീഷിനെ കൊന്നത്? അപ്പോൾ മനീഷ് പറയുവാൻ തുടങ്ങി, താൻ ദിവ്യയെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന്. പക്ഷേ ദിവ്യ മനീഷിനെയാണ് കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ചതെന്ന്. അതുകൊണ്ട് സുപാരി നൽകി മനീഷിനെ കൊന്നുവെന്ന്. മെഹുൽ അങ്കിതിനെയും കൂട്ടി ആ സുപാരി കില്ലറിനെ കാണുവാനായി ചെല്ലുന്നു.
മെഹുൽ പോകുന്ന വഴി തന്നെ തന്റെ വസ്ത്രങ്ങൾ മാറി ധരിച്ചു. ഓ അങ്കിത് ഭായ്, ഇനി ആരെയാ തട്ടേണ്ടത്? അങ്കിത് സുബാനി കില്ലറിനോട് പറഞ്ഞു, ഇതെന്റെ ഒരു സുഹൃത്താണ്, അവൻ ഒരാളുടെ കൈയും കാലും ഒടിക്കണമെന്ന്. നിന്റെ കാര്യമെല്ലാം നടക്കും, പക്ഷേ കുറച്ചധികം ചിക്കൻ ഇറക്കേണ്ടി വരും. നീ പണത്തിന്റെ കാര്യം ഓർത്ത് വേവലാതിപ്പെടേണ്ട. എന്തുവാ അധികം ചിക്കൻ ഇറക്കേണ്ടി വരുമെന്ന്? എന്തോ കേട്ടില്ലേ? സുബാനി കില്ലറിനോട് പറഞ്ഞു, ഇതെന്റെ ഒരു സുഹൃത്താണ്, അവൻ ഒരാളുടെ കൈയും കാലും ഒടിക്കണമെന്ന്. നിന്റെ കാര്യമെല്ലാം നടക്കും, പക്ഷേ കുറച്ചധികം ചിക്കൻ ഇറക്കേണ്ടി വരും. നീ പണത്തിന്റെ കാര്യം ഓർത്ത് വേവലാതിപ്പെടേണ്ട, പക്ഷെ ഇപ്പോൾ നീ എന്റെ കൂടെ വരേണ്ടി വരും. കാരണം ആരുടെ കൈയും കാലുമാണോ ഓടിക്കാൻ പറഞ്ഞത്, അവൻ ഇന്ന് രാത്രി തന്നെ ഈ നഗരം വിട്ടുപോകും. ഇത് കേട്ടതും സുബാനി കില്ലർ തന്റെ ഗ്യാങ്ങുമായി അങ്കിതിനും മെഹുലിനും ഒപ്പം പുറപ്പെടുന്നു. പോകുന്ന വഴിക്ക് മെഹുൽ പോലീസിന് ഒരു മെസ്സേജ് അയക്കുന്നു. അവർ പോയ വഴിക്ക് തന്നെ പോലീസ് ഫോഴ്സ് മുഴുവൻ സേനയുമായി ഇരച്ചെത്തി ആ സുബാനി കില്ലറിനൊപ്പം അദ്ദേഹത്തിന്റെ മുഴുവൻ ഗ്യാങ്ങിനെ പിടികൂടുന്നു. കേസ് സോൾവ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. 8 മിനിറ്റ് 2 സെക്കൻഡിനുള്ളിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ തന്നു? കമൻറ്റ് ചെയ്യും. കൊള്ളാം, സംഭവം കൊള്ളാം. പക്ഷെ കൊച്ചു പിള്ളേരുടെ ലോജിക്കാണോ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതിലും വലിയ എപ്പിസോഡ് ഇവർക്ക് ഇഷ്ടംപോലെ എപ്പിസോഡുണ്ട്. ഇത് ഞാനിപ്പോൾ കണ്ട 145ാമത്തെ എപ്പിസോഡ്. കൊള്ളാം. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലത്തെ പസിൽ വീഡിയോ ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. എസ് എന്ന് കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇനി അടുത്ത പസിൽ വീഡിയോയും ചെയ്യാം. അപ്പം ബൈ.